സ്ലീഹാകാലം 5-ാം തിങ്കൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലോകം നിങ്ങളെ വെറുക്കും. ദൈവത്തിന് കടകവിരുദ്ധമാണ് ലോകം. അതിനാൽ ദൈവികമായതിനെയൊക്കെ അകാരണമായി ലോകം വെറുക്കും. ലോകത്തിന്റെ മമതയ്ക്കായി ദൈവിക മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല. ദൈവത്തെയും മാമ്മോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. സ്വർഗത്തിലെ പിതാവിന്റെ മുഖം ദർശിച്ചവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. അവന് ജന്മം നൽകിയവൾ പ്രാർത്ഥിച്ചത്, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ്. ദൈവേഷ്ടം മാത്രം അന്വേഷിക്കുന്നവരുടെ മാനസിക നിലയാണിത്. 2 ചെമ്പ് നാണയങ്ങളെങ്കിലും തനിക്കുണ്ടായിരുന്നത് മുഴുവൻ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച വിധവയും അവിഹിതമായി സമ്പാദിച്ചതിന്റെ 4 ഇരട്ടി ദാനം ചെയ്ത സക്കേവൂസുമൊക്കെ പൂർണ്ണമായി ദൈവത്തെ സ്വന്തമാക്കിയവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നെന്ന് പറയുകയും ഒപ്പം ലോകത്തെ മോഹിക്കുകയും ചെയ്ത അനനിയാസിന്റെയും സഫീറയുടെയും കഥയും അമലേക്യരോട് യുദ്ധത്തിന് പോയി വിജയം വരിച്ചു വരുമ്പോൾ ഗിൽഗാൽ മലയിൽ ബലിയർപ്പിക്കാനായി കൊഴുത്ത മൃഗങ്ങളെ ശേഖരിച്ചതിന് ശിക്ഷ ഏറ്റുവാങ്ങിയ സാവൂൾ രാജാവുമൊക്കെ ദൈവത്തോടൊപ്പം ലോകത്തെയും മോഹിച്ച ദുരന്ത കഥാപാത്രങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ നിറയുമ്പോൾ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, നിന്നിലെ ലോകവ്യഗ്രതയുടെ വേദനമാണതെന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം.